പ്രശ്നമാണ് എന്ന് വരുത്തി തീർത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കെട്ടുകഥകളും ദുഷ്പ്രചരണങ്ങളും നടത്തി അങ്ങനെ നമ്മുടെ മഹല്ലുകളിൽ പലർക്കിടയിലും അകൽച്ച ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചു. ഈ രണ്ട് പ്രസ്ഥാനങ്ങളെയും അകറ്റി നിർത്തിയിട്ട് മഹല്ലുകളിൽ പ്രശ്നമുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ സപ്പോർട്ട് അതിന് കിട്ടും. കാരണം ഇന്നുവരെ ഒരു മഹല്ലിലും വേണ്ട പോലെ സ്വാധീനം നേടാൻ കഴിയാതെ നിരാശരായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് മതസംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു അസ്വാരസ്യം ഉണ്ടായി കഴിഞ്ഞാൽ ആ പഴുതിലൂടെ എങ്ങനെയെങ്കിലും ഒന്ന് മഹല്ല് കമ്മിറ്റി കയറാൻ പറ്റുമോ, മദ്രസ കമ്മിറ്റി കയറാൻ പറ്റുമോ, നാട്ടിൽ അതിന്റെ ആളാൻ പറ്റുമോ, ഈ ഒരു അകൽച്ച ഉണ്ടായി കഴിഞ്ഞാൽ ആ പഴുതിലൂടെ എങ്ങനെയെങ്കിലും കയറിയിട്ട് നാട്ടിൽ മുഖ്യധാരയിലേക്ക് കയറി വരാൻ പറ്റുമോ എന്ന് അതിനിടം തേടി അതിനിങ്ങനെ സ്വപ്നം കണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു പ്രചരണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒരേക്കുള്ളൂ. അതിന് പ്രചരണം അവർ ഏറ്റെടുക്കും, അതിന് വേണ്ട എല്ലാ ഏഷണികളും നടത്താനൊക്കെ അവർ വളരെ മുൻപന്തിയിലുണ്ടാവും. കാരണം എന്താണ്, അത് അവരുടെ സംഘടനക്ക് ഒരു ഗ്രിപ്പ് കിട്ടാൻ പറ്റുന്ന സംവിധാനമാണ്. നമ്മൾ അടിസ്ഥാനപരമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുസ്ലിം ലീഗിനെതിരായ ഒരു സമീപനം സ്വീകരിച്ചാൽ അതിന്റെ ഗുണം ആർക്കാണ്? സമസ്ത ഗുണമില്ല, മുസ്ലിം ലീഗിന് ഗുണം.